സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാദവാർഷിക പരീക്ഷ 5ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പ്രധാന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, മോഡൽ ചോദ്യപേപ്പർ ഏത് രൂപത്തിലാണ് എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുഴുവനായി കാണുകയും ഇതിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും കൃത്യമായി പഠിക്കുകയും ചെയ്യുക. ഉറപ്പായും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ചോദ്യപേപ്പർ ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാം, യോജിച്ചവ ചേർക്കുക എന്നാണ്. 5 ചോദ്യങ്ങളാണ്. ഇപ്പുറത്ത് നിങ്ങൾക്ക് ഡിസോർഡറായിട്ട് 5 ഉത്തരങ്ങളുണ്ട്. ഓരോന്നിനു നേരെയും യോജിച്ച് ചേർത്ത് എഴുതുക. ഒന്നാമത്തത്, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ആര്? ജിന്നുകൾ. രണ്ടാമത്തത്, റിദ്ദത്ത് സംഭവിച്ചയാളാണ് മുർത്തദ്. അപ്പോൾ ഇസ്ലാമിൽ നിന്ന്, ഇസ്ലാമിനോട് യോജിക്കാത്ത വാക്കോ പ്രവൃത്തി കൊണ്ടോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആൾക്ക് പറയുന്ന പേരെന്താണ്? മുർത്തദ്. അവൻ മുർത്തദായി എന്ന് പറയും. അപ്പോൾ മുർത്തദ് എന്ന പേരാണ് അവൻ്റെ പേര്. മൂന്നാമത്തത്, ദുർമാർഗികളെ യോജിച്ചത് ഏതാണ്? അനുകരിക്കരുത്. ഒരിക്കലും തന്നെ ദുർമാർഗികളായ ആളുകളെ നമ്മൾ ഫോളോ ചെയ്യരുത്. നല്ല ആളുകളെ മാത്രം ഫോളോ ചെയ്യുക. നാലാമത്തത്, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കൽ ഉന്നത ഇഖ്ലാസാണ്. അപ്പോൾ ഇഖ്ലാസിനെ നമ്മൾ 1, 2, 3 ഒക്കെ ആക്കിയിട്ടുണ്ട്. അതിൽ ഉന്നത ഇഖ്ലാസ് ഏതാണ്? അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുക. ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് അള്ളാഹിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുമ്പോൾ അത് ഉന്നത ഇഖ്ലാസായി മാറും. അഞ്ചാമത്തത്, ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞവരാരാണ്? ഷെയ്ത്താന്മാരാണ്. അപ്പോൾ ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞു വന്നവരാണ് ഷെയ്ത്താന്മാർ. അപ്പോൾ ഇതിലെ വിഷയങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ പൂർത്തിയാക്കുക എന്ന ചോദ്യമാണ്. 5 പ്രധാന ചോദ്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇതുപോലത്തെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് വേഗം ഉത്തരം എഴുതാൻ കഴിയണമെങ്കിൽ നമ്മൾ പാഠം നല്ലോണം വായിക്കണം. അപ്പോൾ ഇതുപോലത്തെ 1, 2 ക്ലാസ് കേട്ടത് കൊണ്ട് മാത്രമായില്ല, പാഠഭാഗങ്ങൾ എല്ലാവരും നല്ലോണം വായിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് വേഗം നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും. ഒന്നാമത്തത്, നീ എവിടെയായാലും അള്ളാഹുവിനെ ഭയപ്പെടുക. എവിടെയാണെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെടുക. സഹ്ലുബ്നു ഹല്ലലിയ എന്ന പേരുള്ള ഒരു സ്വഹാബി ഡമസ്കസിൽ ജീവിച്ചിരുന്നു. മൂന്നാമത്തത്, മുർത്തദായാൽ അതുവരെ ചെയ്ത എല്ലാ നന്മകളുടെയും പ്രതിഫലം നഷ്ടപ്പെടും. അപ്പോൾ മുർത്തദ് നമ്മൾ പറഞ്ഞല്ലോ, മുർത്തദാവാനുള്ള പ്രവർത്തികൾ, കാരണങ്ങൾ, കാര്യങ്ങളൊക്കെ നമ്മുടെ പാഠത്തിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതുവരെ അവൻ ചെയ്ത എല്ലാ നന്മകളുടെയും പ്രതിഫലം എന്താവും? നഷ്ടപ്പെട്ടു പോകും. നാലാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിന്നുകളിലേക്കും കൂടിയുള്ള പ്രവാചകനാണ്. അപ്പോൾ മനുഷ്യവർഗത്തിലേക്ക് മാത്രമല്ല, ജിന്ന് വേറൊരു വർഗം തന്നെയാണല്ലോ. അപ്പോൾ ജിന്ന് വർഗത്തിലേക്ക് കൂടെയുള്ള പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്തത്, അഖ്ലിസ് വദാ അൻ ലാ തുരീദ ബിത്വാഅത്തിൻ ഇല്ല തഖറുബ മിൻ ഇലാഹിക ദിൽ കലാം. അഖ്ലിസ്, നീ ഇഖ്ലാസുള്ളവനാവുക. വദാ അല്ലാ തുരീദ, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നീ ഉദ്ദേശിക്കാതിരിക്കലാണ്. ബിത്വാഅത്തിൻ, നീ ചെയ്യുന്ന ആരാധനകൾ കൊണ്ട്, ഇല്ല തഖറുബ, അള്ളാഹുവിലേക്കുള്ള അടുപ്പത്തെ, മിൻ ഇലാഹിക്ക, നിൻ്റെ ദൈവമായ ഇലാഹായ അള്ളാഹുവിൻ്റെ അടുപ്പത്തെ അല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കാതിരിക്കലാണ്. അപ്പോൾ ആ ഒരു ബൈത്ത് പഠിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, ഉത്തരം എഴുതുക എന്ന പ്രധാന ചോദ്യങ്ങളാണ്. അതിലൊന്നാമത്തത്, പിശാചുകളിൽ ഏറ്റവും വലിയ ധിക്കാരി ആരാണ്? ഇബ്ലീസാണ്. 2, കുഫറിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് ഏത്? റിദ്ദത്താണ്. മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ച വേഷവിധാനം ഏത്? ഒരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം താഴെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ചിരിക്കുന്നു. നോട്ട് ചെയ്ത് വെക്കുക. ഇനി നാലാമത്തത്, ഒരു തെറ്റ് സംഭവിച്ചാൽ നാം ഉടനെ തന്നെ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. അങ്ങനെയാവുമ്പോൾ ചെറിയ തെറ്റുകളൊക്കെ അത് കാരണം അള്ളാഹു മായ്ച്ചു കളയും. അഞ്ചാമത്തത്, ദാരിദ്ര്യം വരാതിരിക്കാൻ എല്ലാ ദിവസവും രാത്രി ഓതേണ്ട സൂറത്ത് ഏതാണ്? സൂറത്തുൽ വാഖിയയാണ്. പാരായണം ചെയ്യുക, നിത്യമാക്കുക.
ദാരിദ്ര്യം പിടികൂടില്ല. ഇനി അടുത്തത് നമുക്ക് നാലാമത്തത് ശരിയും തെറ്റും അടയാളപ്പെടുത്തുക എന്ന ചോദ്യമാണ്. അതിൻ്റെ ഇടത് ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരം എഴുതി കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് നോട്ട് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തത്, മനുഷ്യരെപ്പോലെ മതനിയമങ്ങൾ ജിന്നുകൾക്കും ബാധകമാണ്. ശരിയാണോ? ഹറാമ്, ഹലാല്, സുന്നത്ത് ഇതൊക്കെ ജിന്നുകൾക്കുണ്ടോ? ശരിയാണ്, അവർക്കും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. രണ്ടാമത്തത്, പുരുഷന് പട്ട്, സ്വർണം എന്നിവ ധരിക്കരുത്. പുരുഷന് പട്ട്, സ്വർണം എന്നിവ ധരിക്കരുത്. ശരിയല്ലേ? ശരിയാണ്. പുരുഷന്മാർക്ക് ഇത് രണ്ടും ധരിക്കാൻ പറ്റില്ല, ഹറാമാണ്. മൂന്നാമത്തത്, മുർത്തദ്ദായവൻ ഉടനെ ഇസ്ലാമിലേക്ക് മടങ്ങൽ നിർബന്ധമില്ല. അത് തെറ്റാണ്. കാരണം എന്താണ്? മുർത്തദ്ദായവൻ ഉടനെ തന്നെ ഇസ്ലാമിലേക്ക് മടങ്ങൽ നിർബന്ധമാണ്. മുർത്തദ്ദായത് മുതൽ അവനിൻ്റെ നിസ്കാരങ്ങളൊക്കെ വേഗം തന്നെ ഖളാ വീട്ടേണ്ടതുണ്ട്. അങ്ങ് മറ്റുള്ള നിയമങ്ങളൊക്കെ അവൻ പാലിക്കേണ്ടതുള്ളത് കൊണ്ട് വേഗം തന്നെ മടങ്ങി വരൽ നിർബന്ധമാണ്. നാലാമത്തത്, നമ്മുടെ പഠന ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതിയായിരിക്കണം. അതെ, ശരിയാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, 2 വീതം എഴുതുക എന്ന ചോദ്യമാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവർ ചെയ്യുക. എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അവസാനം കമൻറ്റിലൂടെ അൽഹംദുലില്ലയോ, താങ്ക്സോ, ആമീനോ എന്തെങ്കിലും ഒന്ന് നന്ദിയായി അറിയിക്കുക. ഇനി 2 വീതം എഴുതാമെന്നുള്ളതിൽ ഒന്നാമത് ചോദിച്ചിട്ടുള്ളത് രിദ്ദത്തിൻ്റെ കാരണങ്ങളാണ്. രിദ്ദത്തിന് ഒരുപാട് കാരണങ്ങൾ നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റില്ല. എന്നാലും 4 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ബാക്കിയുള്ളത് കൂടെ വായിക്കണം. ചിലപ്പോൾ വേർതിരിക്കാനൊക്കെ വന്നേക്കാം. രിദ്ദത്തിൻ്റെ കാരണങ്ങൾ കൊടുക്കും, മറ്റേതെങ്കിലും ഒന്ന് കൊടുക്കും. രണ്ടും കൂടെ വേർതിരിക്കാൻ പറയാൻ നമുക്ക് അറിയണ്ടേ. അപ്പോൾ ഇവിടെ രിദ്ദത്തിൻ്റെ കാരണം നമ്മൾ എഴുതി കൊടുത്ത് അള്ളാഹുവിനെ നിഷേധിക്കുക. അള്ളാഹുവിനെ നിഷേധിച്ചാൽ രിദ്ദത്താവും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകരെ നിഷേധിക്കുക, അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്യുക, 5 നേരത്തെ നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ നിഷേധിക്കുക. ഇതൊക്കെ രിദ്ദത്തിൻ്റെ കാരണങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ളതൊന്നുകൂടെ വായിച്ചു നോക്കണേ. രണ്ടാമത്തത്, വേഷവിധാനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിൻ്റെ പുറമെ ഇനിയും ഉണ്ട്, നിങ്ങളത് വായിച്ചു നോക്കണം. ദുർമാർഗികളെ അനുകരിക്കരുത്, നമ്മൾ ചെയ്യാൻ പാടില്ല. നല്ല ആളുകളെ അനുകരിക്കാവൂ. സ്ത്രീ തലമുടി കളയരുത്. വസ്ത്രം എപ്പോഴും ഔറത്ത് മറയുന്നതാവണം. സ്ത്രീ പുരുഷന്മാരുടേത് ഔറത്ത് വ്യത്യാസമുണ്ട്. അപ്പോൾ വസ്ത്രം ഔറത്ത് മറയുന്നതാവണം. അതോടുകൂടെ തന്നെ വൃത്തിയുള്ളതാവണം. ഇതൊക്കെ വേഷവിധാനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി മൂന്നാമത്തത്, തഖ്വ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? പാപമോചനം നേടൽ, നരകമോചനം നേടൽ, സ്വർഗപ്രവേശനം ലഭിക്കുക, അതുപോലെ തന്നെ അള്ളാഹു താല ഇഷ്ടപ്പെടും. അങ്ങനെ ഒരുപാടെണ്ണം വേറെയുണ്ട്. നിങ്ങളതൊന്ന് വായിച്ച് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. നാലാമത്തത്, ജിന്നുകളുടെ സവിശേഷതകളാണ് ചോദിച്ചിട്ടുള്ളത്. ജിന്നുകൾ തീ കൊണ്ടാണ് ജിന്നുകളെ സൃഷ്ടിച്ചത്. അവർ ഭക്ഷണം കഴിക്കും. അവർ വിവാഹം ചെയ്യാറുണ്ട്. അവരിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. ഇനിയുണ്ടല്ലോ ഒരുപാടെണ്ണം. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് വായിച്ച് നോക്കണേ. ഇനി അടുത്തത്, വ്യക്തമാക്കാം എന്ന പ്രധാന ചോദ്യങ്ങളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ഈ പേപ്പറിൽ. ഇതിലുള്ളത് എല്ലാവരും പഠിച്ചിരിക്കണം. ഇതന്നെ ഒരു 15 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. അതിലൊന്നാമത്തത് രിദ്ദത്താണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നീയത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് രിദ്ദത്ത് എന്ന് പറയുന്നത്. നോട്ട് ചെയ്യുക. ഇനി വായിക്കുന്നില്ല, വായിച്ച വീഡിയോ ദീർഘിച്ചു പോകും. നിങ്ങൾ തന്നെ 1-2 തവണ വായിക്കുക, മനസ്സിലാക്കുക. രണ്ടാമത്തത് തഖ്വയാണ്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തത് ഇഖ്ലാസാണ്. നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിൻ്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. നാലാമത്തത്, 3-ാം സ്ഥാനത്തുള്ള ഇഖ്ലാസ് ഏതാണ്? 2-ാം സ്ഥാനത്തുള്ളത് വേറെ ഉണ്ട്, ഉന്നത ഇഖ്ലാസ് ഉണ്ട്. 3-ാം സ്ഥാനത്ത് വരുന്നത് ദുനിയാവിൽ ജനങ്ങളെ തൊട്ട് ഐശ്വര്യവാൻ ആകണമെന്ന ലക്ഷ്യത്തോടെ സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഇതാണ് 3-ാം സ്ഥാനത്ത് വരുന്ന ഇഖ്ലാസ്. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബൈത്താണ്. അത് ക്രമത്തിലാക്കാനാണ്. ക്രമത്തിലാക്കി അവിടെ കൊടുത്തിട്ടുണ്ട്. തഖ്വല്ലാഹി മദാറു കുല്ലി സആദതി
وطباء وهو رأس الشر حبائلا. എല്ലാ വിജയത്തിൻ്റെയും നിധാനം തെക്കുവയാണ്. എല്ലാ ഷെറിൻ്റെയും തുടക്കം അത് നമ്മുടെ ദേഹേച്ഛകൾക്ക് വഴിപ്പെടലാണ്. അതാണ് അതിൻ്റെ ആശയം. രണ്ടും പഠിക്കുക. ഇനി പൂരിപ്പിച്ച ആശയം എഴുതുക. എട്ടാമത്തത്. ഇതും എല്ലാവരും പഠിച്ചു വെക്കുക. ഏതെങ്കിലും രണ്ടെണ്ണം നമുക്കിതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. പിശാച് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. അതാണ് അതിൻ്റെ ആശയം. 2 വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ജിന്നിനെയും മനുഷ്യരെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഒമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ആരാധന കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കാനല്ലാതെ അവരെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ആയത്തും അതിൻ്റെ ആശയവും. ഇനി നിങ്ങൾക്ക് ആശയം മുഴുവൻ അറിയില്ലെങ്കിൽ എത്രയാണോ നിങ്ങൾക്കറിയുന്നത് അത് എഴുതി കൊടുക്കുക. വായിച്ചു കഴിഞ്ഞതിലൂടെ ചോദ്യം വരുന്ന രൂപം കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്ന പേപ്പറാണ്. 1-2 തവണ കേട്ടാലും നഷ്ടം വരില്ല. സമയത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ ചെയ്യുക. ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് കമൻറ്റിലൂടെ എന്തെങ്കിലും ഒന്ന് എഴുതി അറിയിക്കുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.